കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എന്റെ രാഷ്ട്രീയം എന്തെന്ന് സംശയിച്ച് നടക്കുന്ന ചില മതവർഗീയ ഭ്രാന്തന്മാരും അതോടൊപ്പം തന്നെ എന്നെ ഒരു പക്ഷത്ത് കൊണ്ട് കെട്ടിയിട്ട് ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കരുത് എന്ന രീതിയിൽ വിവരക്കേട് മാത്രം വിളിച്ചു പറയുന്ന കമ്മ്യൂണിസം എന്തെന്ന് ലവലേശം ബോധ്യമില്ലാത്ത ചില അന്തം കമ്മികളായ ചില സൈബർ കമ്മികളുടെയും ഒക്കെ സംശയങ്ങൾക്ക് കമന്റുകൾ കാണുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും നമ്മളെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടാകുന്ന ചില സംശയങ്ങൾക്കൊക്കെ മറുപടി ഒന്നാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ കാരണം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ശ്രീ വത്സൻ തില്ലങ്കേരി കണ്ണൂരിലെ ഒരു കോളേജിലേക്ക് എന്നെ ക്ഷണിക്കേണ്ട, അദ്ദേഹത്തിന്റെ ഒരു കോളേജാണ്, പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന ഒരു കോളേജാണ്. ഞാൻ അവിടെ ആ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരാളുടെ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചു. ഈ മൈരനെയാണോ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് ചില ആൾക്കാർ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എന്നുള്ളത്. ഒന്ന്, ഞാൻ കോൺഗ്രസ് ആണെന്ന് ഞാനെങ്ങും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലായ്പ്പോഴും ഒരു പ്രതിപക്ഷ നിരയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ കമന്റിന്റെ എന്നെ തെറിവിളിച്ചുകൊണ്ട് ഈ കമന്റ് ഇട്ട ആളുടെ പ്രൊഫൈൽ ഞാനൊന്ന് പരിശോധിച്ചു. പുള്ളി വലിയ കോൺഗ്രസ്സുകാരനെന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. പക്ഷേ അവസാനം അയാൾ ഷെയർ ചെയ്തേക്കുന്നത് നിലവിൽ ഉയർന്നേക്കുന്ന രാമക്ഷേത്രം പൊളിച്ച് പുതിയ ബാബറി മസ്ജിദ് പണിയണമെന്നുള്ള ആരുടെയോ ഒരാളുടെ ആഹ്വാനത്തെയാണ് നിലവിൽ അദ്ദേഹം ഷെയർ ചെയ്തേക്കുന്ന അവസാന വീഡിയോ. ഞാനിവിടെ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് സ്നേഹത്തോടെ കഴിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ഇഷ്ടപ്പെടുകയും ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ പരമാവധി സ്നേഹിച്ചും സഹായിച്ചും അവരുടെ ജാതി മതം എന്തുമായിക്കോട്ടെ അവരെ ഒപ്പം ചേർത്ത് നിർത്തി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനെന്നുള്ള കാര്യം എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കിയിട്ടുള്ള, എന്നെ നേരിട്ടറിയാവുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ വലിയ അരാജകത്വങ്ങൾ സൃഷ്ടിക്കണമെന്നും ഈ നാട് നശിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ചിലർ, അവരുടെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അവർ ഓരോ ആൾക്കാരെയും അവരുടെ മതവർഗീയതയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പം ബിഗ് ബോസിൽ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷിജു അബ്ദുൾ റഷീദ് എന്ന മുസൽമാനായിരുന്നു. എന്തുകൊണ്ടാണ്? ഞാനും ആ മനുഷ്യനും തമ്മിലുണ്ടായിട്ടുള്ള സ്നേഹം, അദ്ദേഹത്തിന്റെ നന്മ, അതാണ് ഞങ്ങളെ രണ്ടുപേരെ അടുപ്പിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഏതെങ്കിലും രീതിയിൽ ഒരു നെഗറ്റിവിറ്റിയാണ് അയാളിൽ നിന്ന് എന്നിലേക്ക് ഉണ്ടാകുന്നത്, ഞാനും അദ്ദേഹവും തമ്മിലുണ്ടാകുന്ന ഒരു വഴക്കിനെ അഖിൽ മാരാർ എന്ന് പറയുന്ന ഹിന്ദുവും ഷിജു അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു മുസൽമാനും തമ്മിലുള്ള വഴക്കാക്കി മാറ്റാൻ വെമ്പുന്ന കുറെ മനുഷ്യരുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ടുപേർ തമ്മിൽ അഭിപ്രായം പറഞ്ഞാൽ അത് മതത്തിന്റെ പേരിലാക്കി മാറ്റുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ സംസാരിക്കാൻ പലർക്കും ഭയമാണ്, പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് ഭയമാണ്. ഇപ്പൊ ചിത്രചേച്ചി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് അവരുടെ വലിയ രീതിയിൽ അവരെ കടന്നാക്രമിക്കുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായ എന്റെ രാഷ്ട്രീയം, ഞാൻ കോൺഗ്രസിന്റെ വേദികളിലും പോകും, BJPയുടെ വേദികളിലും പോകും. ഇനി സമസ്തക്കാർക്ക് എന്നെ വിളിക്കണോ, നിങ്ങൾ എന്നെ വിളിച്ചു, നിങ്ങളുടെ വേദിയിലും വരും. നിങ്ങളുടെ അജണ്ട ആയിരിക്കത്തില്ല ഞാൻ അവിടെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യ സമയത്ത് തന്നെ, അതായത് ഞാൻ ബിഗ് ബോസ് ജയിച്ച സമയത്ത് തന്നെ എന്റെ പേരിനൊപ്പം മാരാർ എന്ന് പറയുന്ന ജാതിവാൽ ഞാൻ ഉപയോഗിച്ചു. അതുകൊണ്ട് ഞാനൊരു സവർണ ഫാസിസ്റ്റ് ആണെന്നും പറഞ്ഞുകൊണ്ട് മീഡിയ വണ്ണിലെ 3 കോമാളികൾ ഒരു ചാനൽ ചർച്ച നടത്തുകയുണ്ടായി. അപ്പൊ ഈ ചാനൽ ചർച്ചയിൽ ഇവരിങ്ങനെ നിരന്തരം, അതായത് ഇവിടെ മഞ്ജു വാര്യർക്ക് വാര്യർ എന്ന പേരിടുന്നതിൽ ഇവർക്ക് ചാനലിൽ ചർച്ച ചെയ്യണ്ട, ബിജു മേനോൻ എന്ന പേരിട്ടതിൽ ഇവർക്ക് ചാനൽ ചർച്ച ചെയ്യണ്ട, മല്ലേരി നമ്മുടെ CPMന്റെ പല നേതാക്കന്മാരും CPIയുടെ പല നേതാക്കന്മാരും അവർക്കൊപ്പം ജാതിവാലി വെച്ചപ്പോൾ ഇവർക്ക് ചർച്ച ചെയ്യണ്ട. ചർച്ച ചെയ്യുന്നവന്റെ പേര് നിഷാദ് റാവുത്തർ എന്ന് പറയുന്ന ഒരുവനാണ്. അപ്പൊ ആ തുടക്കം മുതൽ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ജിഹാദി ചാനൽ, മീഡിയ വൺ എന്ന് പറയുന്ന ഈ നാടിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളും ചർച്ചകളുമായി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചാനലിന്റെ 6 മാസം മുമ്പ് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ജയിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ലഭിച്ച ഒരു വലിയ സ്വീകാര്യത, മലബാർ മേഖലകളിൽ ലഭിച്ച ഒരു വലിയ സ്വീകാര്യത, ഈ ഒരു ചാനലിനെ ഭയപ്പെടുത്തിയതിന്റെ ഫലമായിട്ട് ഇവർ നടത്തിയ ഒരു ചർച്ച തുടർന്ന് ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ്. ഇവിടെ കൃത്യമായ ഒരു മതവർഗീയത ഈ നാട്ടിലുണ്ടാവണം, മനുഷ്യൻ തമ്മിലടിച്ചു പിരിയണം എന്ന് പറയുന്നത് ഒറ്റ അജണ്ട മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സംഭവിച്ചൊരു പ്രശ്നം എന്ന് പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു മാനസികാവസ്ഥ അവരിലേക്ക് സൃഷ്ടിക്കപ്പെടുന്നു. ഒരു 99% വരുന്ന മുസ്ലിം മതവിഭാഗത്തെ മുഴുവൻ വർഗീയവാദികളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഈ 1% വരുന്ന ഈ വർഗീയവാദികളുടെ പ്രസ്താവനകൾ ബാക്കിയുള്ള എല്ലാവരെയും സംശയത്തിന് നിഴലിലാക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും ആകെ കൺഫ്യൂഷനായി മാറുകയാണ്. അതുകൊണ്ട് ഇത്തരം വർഗീയവാദികളെ, അവർ നിരോധിക്കപ്പെട്ട പോപ്പുലർ സംഘടനയുടെ ഒരുപാട് ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. സംഘടന മാത്രമേ നിരോധിക്കപ്പെട്ടിട്ടുള്ളൂ. ഈ സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എല്ലാ വർഗീയവാദികളും ഇന്ന് കേരളത്തിൽ അതേപടി ജീവിക്കുന്നു. അവരിൽ പലരും ഇന്ന് CPMന്റെ ഭാഗവുമാണ്. അപ്പൊ CPM ആണെന്ന് കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, മുസൽമാൻ എന്ന് പറയുന്ന നാമധേയം മാത്രം നോക്കിക്കൊണ്ട് ഇവരെ തള്ളിപ്പറയുന്ന, അല്ല ഇവരുടെ പ്രസ്താവനകൾ ഒരു സമൂഹത്തിന്റെ മുകളിലേക്ക് മുഴുവൻ കൊണ്ടുകിട്ടാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നെ എല്ലാ കാലത്തും ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ള മതവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ എല്ലായ്പ്പോഴും അഭിമാനത്തോടെ പറയും മുസ്ലിങ്ങളാണ്. ഞാൻ സ്വതന്ത്രമായി മത്സരിച്ച സമയത്ത്
എന്റെ പ്രദേശത്തെ ഒരു മുസ്ലിം പള്ളിയാണ് എനിക്ക് മൊത്തത്തിൽ വോട്ട് ചെയ്യണം. ആ ഒരു പ്രദേശത്ത് ഞാൻ ഏറ്റവും അധികം വോട്ട് നേടി. എന്റെ വാർഡുകൾക്ക് 5 വാർഡുകൾക്ക് അപ്പുറത്തേക്ക് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചൊരു മതവിഭാഗം. ഇന്നും ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ള ഒരു വിഭാഗം. അതുകൊണ്ട് ഒരിക്കലും അവരെ വിഷമിപ്പിച്ചു കൊണ്ടിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വത്സന മാഷിന്റെ അടുത്ത് പോയ സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ എനിക്കൊരിക്കലും BJP-യിലേക്കോ RSS-ലേക്കോ വരാൻ കഴിയില്ല. കാര്യം ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാ ആശയങ്ങളുമായി ചേർന്ന് ഞാനൊരു ദേശീയ ബോധമുള്ള ഹൈന്ദവനാണ്. അതേപോലെ തന്നെ രാജ്യത്തിന്റെ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എന്റെ രാജ്യത്തിന്റെ സംസ്കൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതെല്ലാം ഒരു സ്വഭാഗത്ത് വലിയ രീതിയിൽ കൊണ്ടു നടക്കുമ്പോഴും RSS-കാരനായോ BJP-കാരനായോ പ്രവർത്തിക്കുമ്പോൾ ഒരു ഇതര മതവിഭാഗത്തിന് മാനസിക വിഷമം ഉണ്ടായാൽ അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ അവരോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇതേ വത്സൻ മാഷ് എന്നോട് തിരിച്ചു പറഞ്ഞത്, അഖിൽ ഒരിക്കലും BJP-യിലേക്ക് വരരുത് എന്നാണ്. അഖിലിനെ പോലൊരു ചെറുപ്പക്കാരൻ ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു അങ്ങനെ തന്നെ തുടരുക എന്നാണ് സത്യത്തിൽ അദ്ദേഹം പോലും എന്നോട് പറഞ്ഞത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാനായി തന്നെ തുടരും. എനിക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ കുറെ തീവ്രവാദികൾ വന്ന് തെറിവിളിച്ചു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരിക്കലും പറയാതിരിക്കത്തില്ല. അതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ഭയപ്പെട്ട് ജീവിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പലരും പറയും എനിക്കൊരു ഇടതുപക്ഷ വിരുദ്ധത കൂടുതലാണ്, എനിക്കൊരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൂടുതലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, പാവപ്പെട്ടവനും ജാതീയപരമായി ഇല്ലാതാക്കപ്പെടുന്നവനും ദളിതനും അടിച്ചമർത്തപ്പെടുന്നവനും നീതി നിഷേധിക്കപ്പെടുന്നവനും വേണ്ടി സംസാരിക്കുന്ന ശബ്ദത്തിന്റെ പേരാണ് കമ്മ്യൂണിസമെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ, അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നീതി തേടി ഒരു ഓഫീസിലേക്ക് വരുമ്പോൾ അവരെ തള്ളിപ്പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ ശബ്ദമുയർത്തുന്ന കരുത്തിന്റെ പേരാണ് കമ്മ്യൂണിസമെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഈ നാട്ടിലെ അടിച്ചമർത്തപ്പെടുന്നവനൊപ്പം തന്നെ ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ കർഷകനൊപ്പവും പ്രകൃതിക്കൊപ്പവും പരിസ്ഥിതിക്കൊപ്പവും ചേർന്ന് നിന്നുകൊണ്ട് ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് നയിക്കാൻ വേണ്ടി പോകുന്ന ഒരു ആശയത്തിന്റെ പേരാണ് കമ്മ്യൂണിസമെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇവിടെ മതങ്ങളും ജാതികളും ഇല്ലാതാകാതെ തന്നെ എല്ലാ മതത്തെയും ജാതിയെയും ഒരേപോലെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരെയും മനുഷ്യരായി കണ്ട് എല്ലാവരെയും ഒത്തുനിർത്തി മുന്നോട്ട് പോകുന്ന മാനവികതയുടെ പേരാണ് കമ്മ്യൂണിസമെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ ഇങ്ങനൊരു കമ്മ്യൂണിസ്റ്റുകാരനെ മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ കണ്ടിട്ടുള്ള, എനിക്കെതിരെ പ്രവർത്തിച്ചിട്ടുള്ള, ഞാൻ എന്റെ നാട്ടിൽ അവിടുത്തെ മണ്ണ് മാഫിയക്കെതിരെ പ്രവർത്തിച്ചപ്പോൾ, വയൽ നികത്തുന്നതിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അതിനെതിരെ നിന്ന ആശയത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. നാട്ടിലെ അഴിമതിക്കെതിരെ, RT ഓഫീസിൽ നടക്കുന്ന അഴിമതിക്കെതിരെ, പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതിക്കെതിരെ, വില്ലേജ് ഓഫീസിൽ നടക്കുന്ന അഴിമതിക്കെതിരെ ഞാൻ സംസാരിച്ചപ്പോൾ അവർക്കൊപ്പം കുടപിടിച്ചു നിന്ന ആശയത്തിന്റെ പേരായിരുന്നു കമ്മ്യൂണിസം. നാട്ടിലെ സകല പണക്കാരനും വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നാറിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരായിരുന്നു കമ്മ്യൂണിസം. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകുമ്പോൾ എന്റെ രാഷ്ട്രീയം സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാകും. അപ്പൊ ആ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, കാറൽ മാർക്സ് വിഭാവനം ചെയ്യപ്പെട്ട കമ്മ്യൂണിസം ഇന്ന് കേരളത്തിലോ ലോകത്ത് ഒരിടത്തുമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ലവലേശം മനസ്സിലാക്കാൻ കഴിയാതെ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ് കമ്മ്യൂണിസം എങ്കിൽ ഞാൻ നല്ല ഒന്നാന്തരം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് എല്ലാ കാലത്തും സ്നേഹവും ബഹുമാനവും ഉണ്ട്. പക്ഷേ നിലവിൽ കോൺഗ്രസിന്റെ എല്ലാ രീതികളോടും എനിക്ക് യോജിക്കാനും കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിൽ ഔദ്യോഗികമായി, എനിക്കിപ്പം ചേരാൻ ക്ഷണമുണ്ടെങ്കിലും ഞാൻ ചേരാത്തതിന്റെ കാരണം അതാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു പ്രതിപക്ഷ സ്വരമായി ഇവിടെ നിലനിൽക്കണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഹൈന്ദവ ജനത, നിങ്ങൾ ഇന്ന് ഇപ്പൊ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ കേരളത്തിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഈ മതവർഗീയ സ്റ്റേറ്റ്മെന്റുകളും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലവിധ വിഷയങ്ങളും എല്ലാം തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്താം. ഇനിയും ഇത് നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തടയാൻ കഴിയുന്ന ഓപ്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലേക്ക് വെക്കുക. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടു. കാലങ്ങളായിട്ട് നിയമപരമായി പല രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ സുപ്രീം കോടതിയിൽ നടന്നു. അവിടെ ശരിതെറ്റുകളെല്ലാം തന്നെ ചർച്ച ചെയ്തു. ഈ ശരിതെറ്റുകളെല്ലാം ചർച്ച ചെയ്തതിനു ശേഷം സുപ്രീം കോടതിയിൽ ഒരു വിധി വരികയാണ്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു ട്രസ്റ്റ് ക്ഷേത്രം നിർമ്മിക്കുന്നു, മറ്റൊരു ഭാഗത്ത് മസ്ജിദ് നിർമ്മിക്കുന്നു. നിങ്ങൾക്ക് അനുകൂലിക്കാം, അനുകൂലിക്കാതിരിക്കാം. പക്ഷെ അനുകൂലിക്കുന്ന ആൾക്കാരെ നിങ്ങൾ വർഗീയവാദികളാക്കി മാറ്റാൻ നടത്തുന്ന ഈ ശ്രമം വലിയൊരു അപകടമാണ് ക്ഷണിച്ചു വരുത്തുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് രാജ്യത്തെ 80% വരുന്ന ഹിന്ദുക്കളാണ് ഇന്ത്യ മഹാരാജ്യത്തുള്ളത്. ഈ 80% വരുന്ന ഹിന്ദുവിലെ 40% ഹിന്ദുവിനെ പോലും യഥാർത്ഥത്തിൽ BJPക്ക് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല, RSSന് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഇപ്പോൾ ഗുജറാത്തിൽ നരേന്ദ്രമോദി വർഗീയ കലാപം നടത്തി അവിടെ മുഖ്യമന്ത്രിയായി എന്നുള്ള വലിയ ആക്ഷേപം നിലനിൽക്കുമ്പോഴും ഗുജറാത്തിൽ 35% മുകളിൽ വോട്ട് നേടി അവിടെ ശക്തമായ ഒരു പ്രതിപക്ഷമായി തുടരാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു എന്നൊരു യാഥാർത്ഥ്യം നിങ്ങൾ തള്ളിപ്പറയരുത്, മറക്കരുത്. അപ്പോൾ ആരാണ് കോൺഗ്രസിനൊപ്പം നിന്നത്? കോൺഗ്രസിനൊപ്പം നിന്നതും അന്നത്തെ മുസ്ലിം സമുദായത്തിനൊപ്പം നിന്നതും ഇതര സമുദായങ്ങൾക്കൊപ്പം നിന്നതും ഈ രാജ്യത്തെ ഹൈന്ദവ സമുദായം തന്നെയാണ്. അപ്പോൾ മതവർഗീയ കാഴ്ചപ്പാടില്ലാതെ എല്ലാ സമുദായത്തെയും ഉൾക്കൊണ്ട് ഒപ്പം നിർത്താൻ ഈ രാജ്യത്തെ ഹൈന്ദവന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് RSS ഹൈന്ദവ ദേശീയ ബോധം ഉയർത്തിക്കൊണ്ട് ഹൈന്ദവന്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും രാജ്യത്തെ നല്ലൊരു ശതമാനം വരുന്ന ഹൈന്ദവരും അവർക്കൊപ്പം നിൽക്കാതെ കോൺഗ്രസിലോ മറ്റിതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലോ പ്രവർത്തിച്ച് നിൽക്കുന്നത്. പക്ഷേ അത്രയും വരുന്ന ഒരു മഹാഭൂരിപക്ഷം വരുന്ന കോടിക്കണക്കിന് വരുന്ന ഒരു സമുദായത്തെ ഒന്നടങ്കം ആക്ഷേപിച്ചു കൊണ്ടിട്ടുള്ള പ്രസ്താവനകളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും എന്താണ് സംഭവിക്കുക? ഇന്നലകളിൽ BJPയെ തള്ളിപ്പറഞ്ഞിരുന്ന ഒരു ഹൈന്ദവൻ, ഇന്നലകളിൽ കോൺഗ്രസിന്റെ ഒപ്പം അടിയുറച്ച് നിന്നിരുന്ന ഒരു ഹൈന്ദവൻ, അവനെ നിങ്ങൾ സംഖ്യ നിങ്ങൾ വിളിച്ചേക്കുകയാണ്. ഇപ്പൊ ശശി തരൂര് കഴിഞ്ഞ ദിവസം ഒരു രാമക്ഷേത്രത്തിന്റെ പോസ്റ്റ് ഇട്ടതോടുകൂടി നിങ്ങൾ അദ്ദേഹത്തിന്റെ അടിയിൽ പോയി തെറി വിളിക്കുകയാണ്. അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല, ഇതിനു മുമ്പ് നിങ്ങൾ അദ്ദേഹത്തെ കണക്ക് വലിയൊരു നല്ല മനുഷ്യൻ, രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നല്ല അഴിമതിരഹിതനായ ഒരു കോൺഗ്രസ് നേതാവ് സത്യത്തിൽ കേരളത്തിൽ നിലവിലില്ല. അദ്ദേഹത്തെ പോലൊരു മികച്ച പ്രതിപക്ഷ നേതാവ് സത്യത്തിൽ കേരളത്തിലല്ല. അദ്ദേഹത്തെ ആക്ഷേപിച്ച് ഇല്ലാതാക്കി പരിഹസിച്ചത് മുഴുവൻ ഇവിടുത്തെ കോൺഗ്രസുകാരാണ്. ഇന്നത്തെ VD സതീശൻ വെറുതെ വായ്ത്താളം അടിക്കുന്നതല്ലാതെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഒരു പ്രസ്താവന പോലും കൊണ്ടുവന്നില്ല എന്നുള്ള സത്യം. പക്ഷേ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന പ്രസ്താവനകൾ പലതും പിണറായി വിജയന് പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ അദ്ദേഹത്തെ പൗഡർ കുട്ടപ്പനെന്നും മറ്റേതൊന്നും പറഞ്ഞ് പരിഹസിച്ച് ഇല്ലാതാക്കി ഒരു ഭാഗത്ത് സംഖ്യയാക്കി ഒതുക്കാൻ ശ്രമം നടന്നു. അദ്ദേഹം സംഖ്യയാണോ? അല്ല. അദ്ദേഹം നിങ്ങൾക്ക് സംഖ്യ അർത്ഥം എനിക്കറിയില്ല. പക്ഷേ ഇതുപോലെ ആരെങ്കിലും ഒരുവൻ ശബരിമലയെക്കുറിച്ച് സംസാരിച്ചാൽ അവനുടനെ സംഖ്യ, രാമക്ഷേത്രത്തെക്കുറിച്ച് സംസാരിച്ചാൽ അവന് സംഖ്യ. അപ്പൊ നിങ്ങളെല്ലാവരും ചേർന്ന് നിങ്ങളെ ഒരു കാലഘട്ടത്തിൽ ചേർത്ത് പിടിച്ച ഒരു വലിയ സമൂഹത്തെ അനാവശ്യമായി കടന്നാക്രമിച്ച് യാതൊരു രീതിയിലും വർഗീയതയുടെ ലെവലേശം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യരെ കൂടി വർഗീയവാദികളാക്കി മാറ്റുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം നിലവിൽ BJP അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അല്ലെങ്കിൽ നിലവിലുള്ള വിജയം ഇതേപടി ആവർത്തിച്ചാൽ തന്നെ അതൊരു വലിയ വിജയമായി മാറും. ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ, രാഷ്ട്രീയ സമൂഹത്തിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ കാര്യങ്ങളെ നേടിയെടുക്കാൻ കഴിയുക? ഇപ്പൊ നിയമപരമായിട്ട് വന്ന വിധിയുടെ അടിസ്ഥാനത്തിലാണ് പൊളിക്കപ്പെട്ട പള്ളിയുടെ സ്ഥാനത്ത് ക്ഷേത്രം വരുന്നത്. നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞില്ല. നാളെ BJP പാർലമെന്റിൽ മഹാഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നാൽ 2/3 ഭൂരിപക്ഷം നേടി ഈ രാജ്യത്തെ ഭരണഘടന തിരുത്തി ഹിന്ദു രാഷ്ട്രം എന്ന ഒരു ലേബൽ, അതായത് ഇപ്പം മതേതര രാജ്യം എന്നത് മാറ്റി ഇന്ത്യ ഒരു ഹിന്ദു രാജ്യമാണെന്ന് 2/3 ഭൂരിപക്ഷം നേടുന്ന BJP ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെയാണ് തടയാൻ കഴിയുക? തടയാനുള്ള ഓപ്ഷൻ പറയൂ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് മനസ്സിലാക്കണം. നമുക്ക് ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർ നമ്മളെ നശിപ്പിക്കുന്നവരാണെന്ന് നിങ്ങൾ കരുതുക. ഞാനിപ്പോൾ എന്റെ കാര്യമല്ല പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നു ഇവർ കുഴപ്പക്കാരാണ്, ഇവർ ഈ രാജ്യത്തെ തകർക്കുന്നവരാണ്. അപ്പം നിങ്ങളുടെ മുന്നിൽ എന്താണ് ഓപ്ഷൻ ഉള്ളത്? നിങ്ങൾക്ക് ഇപ്പം രാമക്ഷേത്രം നിർമ്മിച്ചപ്പോൾ നിങ്ങൾക്ക് തടയാൻ കഴിഞ്ഞോ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാനല്ലേ പറ്റിയിട്ടുള്ളൂ. തടയാൻ കഴിയുമോ? അപ്പം പ്രാക്ടിക്കലി ചിന്തിക്കുക. അപ്പം നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ നമുക്കിതിനെയൊക്കെ തടയാൻ കഴിയൂ. അതിന് അധികാരത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നതാണ് ഓപ്ഷൻ. അപ്പോൾ പണ്ട് ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ പോയ സമയത്ത് CPM സമ്മതിച്ചില്ല. പിന്നീട് അവരത് പറഞ്ഞു ചരിത്രപരമായ ഒരു മണ്ടത്തരമായിരുന്നു CPMന് അന്ന് പറ്റിയതെന്ന്. CPM എടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചരിത്രപരമായ മണ്ടത്തരങ്ങൾ തന്നെയാണ്. കാരണം അവർക്ക് ഇത് മനസ്സിലാക്കി വരാൻ 20-25 വർഷം കഴിയും. അതുകൊണ്ടാണ് അവർ ഭരിച്ചിട്ടുള്ള പ്രസ്ഥാനത്തെല്ലാം തന്നെ ജനങ്ങൾ നരകിച്ചില്ലാതായി ഇവരെ ഓടിച്ചിട്ടടിച്ച് അവിടുന്ന് പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടുള്ളത്. കാരണം ഇവർക്ക് ഭരിക്കാൻ അറിയില്ല. പ്രതികരിക്കാൻ മാത്രം അറിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കേരളത്തിൽ ഒരു 5 വർഷം കൂടെ ഭരിച്ചോട്ടെ, മുച്ചൂടും മുടിഞ്ഞില്ലാതായിക്കോളും. മുച്ചൂടും മുടിയും. അത് തന്നെയാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. അടുത്ത തവണ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക, ഒരു 5 തവണ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കൊടുക്കുക, അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തമ്മിലടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ കമ്മ്യൂണിസ്റ്റുകാരൻ അടിക്കും. ഈ നേതാക്കന്മാരെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരൻ ഓടിച്ചിട്ടടിക്കും. അതാണ് ഇടതുപക്ഷം തുടർച്ചയായിട്ട് ഭരിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞത്, അപ്പം നമുക്ക് മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? അങ്ങനെ BJPക്ക് 400 സീറ്റ് ലഭിക്കുകയോ നിയമസഭകൾ കൂടുതൽ അധികാരത്തോടുകൂടി രാജ്യസഭയിൽ മെമ്പർമാരുടെ എണ്ണം കൂടുകയും ചെയ്ത് BJP ഇവിടെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിച്ചാൽ
എന്ത് ചെയ്യാൻ പറ്റും? ഏകീകൃത സിവിൽ കോഡ് സ്ഥാപിക്കാൻ പോകുന്നു, എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് തടയാൻ പറ്റുന്ന ഒരേ ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റാണ്. ഈ ഇന്ത്യൻ പാർലമെന്റിലേക്ക് മെമ്പർമാരെ അയക്കണമെങ്കിൽ മതേതര ബോധത്തോടുകൂടി, എല്ലാ കാലവും ഹൈന്ദവന്റെ മതേതര ബോധം മാത്രമുള്ള ഒരു സംസ്കാരമാണത്. കാരണം സനാതന സംസ്കാരത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന് പിന്നീട് ലോകത്ത് ക്രിസ്ത്യൻ മതവും ഹിന്ദു മതവും മുസ്ലിം മതവും ഒക്കെ വന്ന സമയത്ത് ഈ രാജ്യത്ത് ഹിന്ദു എന്നതൊരു മതമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാതെ ഇതൊരു മതമല്ല, ഇതൊരു സംസ്കാരമായിരുന്നു. ഈ രാജ്യത്തെ എല്ലാ മനുഷ്യരും ഹിന്ദുക്കളാണ് എന്ന് പറയുന്നതാണ് എന്റെ ശരി. അപ്പൊ എല്ലാവരെയും സ്വീകരിക്കുകയാണ് ചെയ്തത്. പുറത്തുനിന്ന് വന്ന ക്രിസ്ത്യൻ പാദ്രികളെയും ക്രിസ്ത്യൻ മിഷണറിമാരെയും ഇവിടേക്ക് സ്വീകരിച്ചു, ഇവിടെ മതം പ്രചരിക്കാൻ അനുവദിപ്പിച്ചു. അതുപോലെ തന്നെ മുസ്ലിം അറബികൾ വരുന്ന സമയത്തായാലും മുസ്ലിങ്ങളെയൊക്കെ തന്നെ നമ്മൾ ഈ രാജ്യത്തേക്ക് സ്വീകരിക്കുകയാണ് ചെയ്തത്. ഞാൻ എന്റെ രാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ ഹിന്ദുവിനെ കുറിച്ചൊന്നോ ഹിന്ദു എന്ന് പറയുന്ന മതത്തെക്കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടുള്ള ഒരു മതവിഭാഗത്തെ ഒന്നാകെ നിങ്ങൾ സംശയത്തിന്റെ നിഴലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നേതാവ്, അയാൾ ഒരു ഹൈന്ദവനാണെങ്കിൽ അയാളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യം, അല്ലെങ്കിൽ അയാൾക്ക് ശരിയെന്ന് തോന്നുന്നൊരു വിഷയം പറയുന്ന സമയത്ത് അയാളെ നിങ്ങൾ പോയി നേരെ ഒരു ഹിന്ദു വർഗീയവാദി ലേബലിലേക്ക് കൊണ്ട് കെട്ടിയാൽ അയാൾ അപ്പുറത്തേക്ക് പോകാൻ അയാൾക്ക് എന്താണ് തടസ്സം? അപ്പൊ ശശി തരൂർ നാളെ BJPയിലേക്ക്, അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശശി തരൂരിനെ പോലെ ദീക്ഷണാശാലിയായ വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു മനുഷ്യൻ ഒരു MP ആയി ഈ രാജ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒതുക്കപ്പെട്ട് കിടക്കുമ്പോൾ BJP അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്താൽ അദ്ദേഹത്തിന് സ്വീകരിച്ചൂടെ? ഇവിടെ ആരെങ്കിലും തടയൂ? നിങ്ങൾ കിടന്ന് ഫേസ്ബുക്കിൽ കിടന്ന് തെറി വിളിക്കും, ശശി തരൂർ കേന്ദ്രമന്ത്രിയായിട്ട് അവിടെ നിന്ന് ജീവിക്കും. അപ്പൊ അദ്ദേഹം എന്തായിരിക്കും പോകാത്തത്? ഇത്രയും നാളുകളായിട്ട് അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ എന്തുകൊണ്ട് BJPയിൽ പോയില്ല? അപ്പൊ ഒരാൾ എന്തുകൊണ്ട് പോകുന്നില്ല? നിങ്ങൾ അതിനുള്ള ഉത്തരം കണ്ടെത്തൂ. അപ്പൊ ആ മനുഷ്യന്റെ കാഴ്ചപ്പാടായിരിക്കാം അത് എന്ന് കരുതി എല്ലാ തെമ്മാടിത്തരവും നിങ്ങൾ അപ്പുറത്തിരുന്ന് കാണിക്കുമ്പോഴത്തേക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നുണ്ടോ? അപ്പം അത് പാടില്ല. അഖിൽമാരാർക്ക് വളരെ ഈസിയാണ് BJPയിലേക്ക് പോകാൻ. എനിക്ക് കേന്ദ്രത്തിൽ അവർ പറയുന്ന കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഒരു ഫിലിം അക്കാദമിയുടെ എന്തെങ്കിലും ഒരു ബോർഡ് മെമ്പറെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് അവർ തരും. നിയമസഭയിൽ മത്സരിച്ച് നോക്കണമെന്നോ അല്ലെങ്കിൽ പാർലമെന്റിൽ മത്സരിച്ച് നോക്കണമെന്നൊന്നുമില്ല. നമുക്ക് ജീവിക്കാൻ, അല്ലെങ്കിൽ ഒരുപാട് ബിസിനസ്സുകാരും ഒരുപാട് രാജ്യത്ത് ഒരുപാട് പൈസക്കാരും BJPയുമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്ക് BJPയിൽ അങ്ങ് പോയി ചേർന്നൂടെ? അപ്പൊ ഞാൻ എന്തായിരിക്കും പോകാത്തത്? നിങ്ങൾ വന്നിരുന്നിട്ട് സംഘി എന്ന് വിളിച്ചാൽ നിന്നെയൊക്കെ പേടിച്ചിട്ടാണ് ആ തെണ്ടികളാ ഞാൻ സംഘിയാവാത്തത്. നിന്റെയൊക്കെ വിചാരം എന്താ? നീയൊക്കെ ഒന്ന് ചങ്കി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോകാത്തതാണ്. ഞാൻ എന്റെ രാജ്യത്തിനൊപ്പം തന്നെ നിൽക്കും. എന്റെ രാജ്യത്തെ തള്ളി പറയുന്നത് നിന്നെയൊക്കെ ഞാൻ തീവ്രവാദി തന്നെ വിളിക്കും. ഞാൻ അമ്പലങ്ങളിൽ പോയി ഞാൻ വളരെ മുഖത്ത് നോക്കി പല ക്ഷേത്രങ്ങളുടെയും ഭാരവാഹികൾ പറയുന്നത് 5 പൈസ ഒരു ക്ഷേത്രത്തിൽ ഞാൻ തരത്തില്ലെന്ന്. പൈസ തന്നുള്ള ഒരു ക്ഷേത്രക്കാരുടെ സ്നേഹം എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ നിലപാടുകൾ തന്നെ. ഞാൻ എനിക്ക് ഒരുത്തന്റെ ഔദാര്യം വേണ്ട കാര്യത്തിലൊന്നും. ഒരുത്തനും ഒരു കാലത്തും ആ രീതിയിൽ അംഗീകരിക്കുകയും വേണ്ട. നിങ്ങൾക്ക് എന്തറിയാം? 2015 ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കാനുണ്ടായ സാഹചര്യം എന്താ? പാർട്ടിയുടെ തീരുമാനങ്ങൾ NSSന്റെ അകത്ത് ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനങ്ങൾ കോൺഗ്രസ് ചർച്ച ചെയ്യണം, NSSലല്ല ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ NSSനെതിരെ പരസ്യമായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോ അഖിൽ കോട്ടാത്തലാന്ന് പറഞ്ഞ അന്നത്തെ ചെറുപ്പക്കാരനെ ഒരു രീതിയിലും പിന്തുണയ്ക്കരുത്, കോൺഗ്രസിൽ നിന്ന് അവരെ പുറത്താക്കണം എന്ന് പറഞ്ഞ് NSSന്റെ ആൾക്കാരാണ് അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. കൊട്ടാരക്കരയിൽ NSSന്റെ താലൂക്ക് യൂണിയൻ ഭാരവാഹിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അന്ന് പൈസ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കെതിരെയാണ് ഞാൻ സ്വന്തമായി മത്സരിച്ചത്. ഞാനന്ന് എന്റെ നാട്ടിൽ തന്നെ NSSും KPMസും തമ്മിൽ ഒരു പ്രശ്നം നടന്ന സമയത്ത് ഞാൻ നിന്നത് എന്റെ എല്ലാ സുഹൃത്തുക്കളും, മഹാഭൂരിപക്ഷം വരുന്ന നായർ സമുദായമുള്ള ഒരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. എന്റെ എല്ലാ സുഹൃത്തുക്കളും, എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരൊക്കെ തന്നെ എന്റെ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും എന്റെ ഒപ്പം നടക്കുന്നവരും എല്ലാ വൈകുന്നേരങ്ങളിലും എന്റെ ഒപ്പം കൂടുന്നവരുമാണ്. ഞാൻ ഒരിക്കൽ പോലും വൈകുന്നേരങ്ങളിൽ സംസാരിക്കാത്ത ഒരു മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ നാട്ടിൽ അന്ന് നിന്നത്. KPMസിന്റെ പല ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനന്ന് സംസാരിച്ചത്. ഞാൻ തോൽക്കണമെന്ന് പറഞ്ഞ് പലയിടത്തും ക്യാമ്പയിൻ നടത്തിയത് അന്ന് എന്റെ തന്നെ സുഹൃത്തുക്കളായിരുന്നു, ജാതിയുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇത് പറയുമ്പോൾ ഒരു മനുഷ്യനെ തിരിച്ചറിയാതെ, ഞാൻ എന്റെ ലൈഫിൽ ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് മനസ്സിലാക്കാതെ വന്നിരുന്നിട്ട് പറയുമ്പോൾ എനിക്ക് തങ്കിയാവാനും അമ്മിയാവാനും ഗൊങ്ങിയാവാനും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ, കാരണം ഞാൻ ഇങ്ങനെയൊന്നും ആകുമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് വന്ന ആളുമല്ല. പിന്നെ ഇങ്ങനെ ആക്കിയേ പറ്റത്തുള്ളതെന്നുണ്ടെങ്കിൽ ആവാൻ എന്താ തടസ്സം? അപ്പോഴേ പോവും. അപ്പൊ BJP എന്റെ അടുത്ത് പറയാണ്, എന്റെ അടുത്ത് പോയി മത്സരിക്കും, നീയൊക്കെ എന്നെ എന്തോ ചെയ്യും? നിനക്കൊക്കെ ആയിരിക്കും നഷ്ടം. എപ്പോഴെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അങ്ങക്ക് ആർക്കെങ്കിലും വേണ്ടി സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എന്റെ ശബ്ദം അവിടെ അടച്ചുമൂടപ്പെടും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ, ശരികളുടെ അടിസ്ഥാനത്തിൽ, തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി സംസാരിക്കാൻ കഴിയണം. ശബരിമലയിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നു. ഇവിടെ പിണറായി വിജയൻ എന്താ ചെയ്തത്? സുപ്രീം കോടതി ഒരു പെണ്ണുങ്ങളെയും കയറ്റാൻ പറഞ്ഞിട്ടില്ല. സ്ത്രീകൾ കയറുന്നതിൽ തടസ്സമില്ല, സ്ത്രീകൾക്ക് കയറാമെന്നേ പറഞ്ഞുള്ളൂ. കയറ്റണം എന്നുള്ളത് അങ്ങനല്ല വിധി.
നിങ്ങൾ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റൂ, അങ്ങനൊരു വിധിയില്ല. സ്ത്രീകൾക്ക് ശബരിമലയിൽ കയറാം. അതിന് പിണറായി വിജയൻ എന്താ ചെയ്ത്? ആളെ ഏർപ്പാടാക്കി അവിടെ കയറ്റി ആടെ അനാവശ്യമായിട്ട് പ്രശ്നമുണ്ടാക്കി. ഇപ്പോഴും സുപ്രീം കോടതിയുടെ വിധിയല്ലേ വന്നത്? എന്താ അത് അംഗീകരിക്കാത്തത്? ബിൽക്കിസ് ബാനു കേസിൽ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴത്തേക്ക് ഗുജറാത്ത് സർക്കാരിനെതിരെ BJPക്കെതിരെ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അനുകൂലമായാൽ അത് നല്ലത്. ഞാൻ പറയുന്നത് ഒരു മതവിഭാഗത്തിന്റെയും വേദനകളെ കുറിച്ചിട്ടല്ല. ഞാൻ സുപ്രീം കോടതിയുടെ ഒരു നിയമപരമായ ഒരു വിധിയെക്കുറിച്ചാണ്. അതിന്റെ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. വെറും വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രം. ബാക്കി ഒന്നും സത്യാവസ്ഥകളെ കുറിച്ച് നമ്മൾ ഒന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാലങ്ങളായിട്ട് ഇപ്പം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഒരുപാട് ഉപദ്രവിച്ചവരാണ്. ഇന്ത്യക്കാരെ ക്രൂരമായി ഉപദ്രവിച്ചവരാണ്. ഇന്ത്യ രാജ്യത്തെ ഒരുപാട് നശിപ്പിക്കാൻ ശ്രമിച്ചവരാണ്. നമ്മൾ ആ പഴയ കഥകളുടെ കെട്ടും പറഞ്ഞുകൊണ്ട് ഇന്ന് ബ്രിട്ടനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാറുണ്ടോ? ഏതെങ്കിലും ബ്രിട്ടീഷുകാരനെ കാണുമ്പോഴത്തേക്ക് പണ്ട് നീ ഇവിടെ നീ രാജ്യത്ത് ഞങ്ങളോട് കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ബ്രിട്ടീഷുകാരനെ പോയി നിങ്ങൾ തല്ലാറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രിട്ടീഷുകാരൻ ഈ രാജ്യത്ത് വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പണ്ട് നീ ജാലിയൻ വാലാബാഗിൽ നീയൊക്കെ നിന്റെയൊക്കെ മറ്റവന്മാർ എന്തോടാ കാണിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ബ്രിട്ടീഷുകാരനെ പുറത്തു വിടൂ? പണ്ട് നടന്നത് നടന്നു എന്ന് ചിന്തിച്ച് കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി. ബാബർ മസ്ജിദ് സ്ഥാപിക്കുന്നതിന് മുമ്പ് ക്ഷേത്രമുണ്ടോ? ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിലുണ്ട്, ക്ഷേത്രം ഇല്ലെങ്കിലില്ല. ബാബർ അവിടെ മസ്ജിദ് സ്ഥാപിച്ചു. രണ്ടാമത് ഇതിങ്ങനെ സംഭവിച്ചു. സുപ്രീം കോടതി ഇതിനെ കൃത്യമായി പഠിച്ചു. ഒരു വിധി വന്നു. അതിന്റെ പുതിയൊരു ക്ഷേത്രം വന്നു, പുതിയൊരു പള്ളി വരാൻ പോകുന്നു. പള്ളിയെ നമ്മൾ സ്വീകരിക്കും. ഇനി നിങ്ങൾക്ക് പള്ളിയുടെ എന്തെങ്കിലും എനിക്കറിയത്തില്ല, പള്ളി എനിക്ക് മുസ്ലിം പള്ളികളിൽ നിന്ന് എന്തെങ്കിലും ഞാൻ ഭീമപള്ളിയിലൊക്കെ പോയിട്ട് ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രസാദങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും തരാനുണ്ടോ? വന്നോ, തന്നിട്ട് ഞാൻ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിലിടാം. പക്ഷെ അതിന്റെ അർത്ഥം ഇപ്പുറത്ത് രാമക്ഷേത്രത്തെക്കുറിച്ചോ ഇപ്പുറത്ത് ശബരിമലയെക്കുറിച്ചോ സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മൾ വർഗീയവാദി എന്ന് പറയുന്ന കാഴ്ചപ്പാട് കളഞ്ഞാൽ കുറെ ആൾക്കാർ കുറച്ചു കാലമെങ്കിലും സമാധാനത്തോടെ ജീവിക്കും. പിന്നെ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ അജണ്ട കയ്യിൽ മടക്കി അങ്ങ് വെച്ച് കെട്ടിയാൽ മതി. കുറെ പോപ്പുലർ ഫ്രണ്ടുകാർ പണ്ട് ഇങ്ങനെ പറഞ്ഞു മൊത്തം ഇവരിങ്ങനെ ഈ വർഗീയത പ്രചരിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ കുറെ ആൾക്കാർക്ക് കൺഫ്യൂഷനാവും. ഇവന്മാർക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ മുസ്ലിമിനെതിരെ പറയുന്ന കണക്കാവുമോ? ഇനി അവരങ്ങനെ ധരിക്കുമോ? എന്താ അവരെന്താ പൊട്ടരാണ്? കേരളത്തിലെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം വിഡ്ഢികളാണ്. നിന്റെയൊക്കെ വർഗീയതയ്ക്ക് ഒപ്പം നിൽക്കാൻ അവരങ്ങനെ നിൽക്കത്തില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അവരങ്ങനെ നിർത്താനുള്ള നിന്റെയൊക്കെ ശ്രമമാണ് തടയിടേണ്ടതെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഈ രാജ്യത്ത് കമ്മ്യൂണിസം പച്ചക്കള്ളങ്ങൾ മാത്രം എല്ലാ കാലങ്ങളിലും പ്രചരിപ്പിച്ച് പണ്ട് പാവപ്പെട്ടവനെ അവന്റെ വീടുകളിലും അവനെ ഒപ്പം വിളിച്ചു നിർത്തിയിട്ടും എല്ലാ കാലവും ദളിതനായിരിക്കാൻ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവൻ ഒരു കാലത്തും രക്ഷപ്പെടരുതെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ രക്ഷപ്പെട്ടാൽ അന്ന് ഈ പാർട്ടി നശിക്കും. എന്ന് ദളിത് സമുദായം രക്ഷപ്പെടുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കും. അതുകൊണ്ട് ഒരു കാലത്തും അവൻ രക്ഷപ്പെടരുത്. അവൻ കേസുകളിൽ പെട്ട് അവൻ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവനെ അന്ന് മുതൽ ഇന്ന് വരെ ഒരു വ്യത്യാസവുമില്ലാതെ കൊണ്ടു നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ഇപ്പം BJP മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ വേർതിരിപ്പിച്ച് അവരുടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നായരെന്നും ഈഴവനെന്നും പുലയനെന്നും കുറവനെന്നും പല രീതിയിൽ മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ഇങ്ങനെ ഒരു ഹിന്ദു മതവിഭാഗത്തിനുള്ളിൽ വിഭാഗീയത പരത്തി ഡിവൈഡ് ആൻഡ് റൂൾ എന്ന രീതിയിൽ അവരിങ്ങനെ അവരുടെ കാര്യങ്ങൾ നേടിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു ജനതയായിട്ട് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇത് ജീവിക്കുന്നു എന്നുള്ളതാണ്. 1960 ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ പോയിട്ട് നിനക്ക് ഞാൻ കക്കൂസ് ശരിയാക്കി തരാം, നിന്നെ ഞാൻ രക്ഷിക്കാം, നിനക്ക് ഞാൻ സമ്പത്തുണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് 1980 ഇത് തന്നെ പറഞ്ഞിട്ട് 2000 ഇത് തന്നെ പറഞ്ഞിട്ട് 2020 ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി കൊടുക്കുന്ന കക്കൂസ് നോക്കി ആ പാവം പിടിച്ച കോരനിരുന്നാൽ അവൻ ഗോതം പൊട്ടി ചാവുന്നേ അല്ലാതെ ഇവന്മാരെ രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ വിവരക്കേടാണ്. അതുകൊണ്ട് സ്വബോധത്തോടുകൂടി സ്വയം തിരിച്ചറിഞ്ഞ് സ്വന്തം ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി ജീവിക്കുക. നിങ്ങളുടെ പൂർവികരെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച് പണ്ട് നശിച്ചു പോയവനെ കുറിച്ച് ചിന്തിക്കുക. അന്നേരം നിങ്ങൾക്ക് ആലോചിക്കും ഇന്ന് ഞാൻ ഇറങ്ങുന്നത് കൊണ്ട് എന്താണ് നേട്ടമെന്ന്. അറ്റ്ലീസ്റ്റ് സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ കാര്യങ്ങളെ കൃത്യമായിട്ട് പഠിക്കാനെങ്കിലും ശ്രമിക്കുക. അപ്പൊ ഇതെല്ലാം പറയണം. ഇതൊക്കെ തന്നെയാണ് എന്റെ രാഷ്ട്രീയം. ഇനി ഇതിന്റെയൊക്കെ പേരിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഇതിന്റെയൊക്കെ പേരിൽ വരുന്ന എല്ലാ നഷ്ടങ്ങളെയും സഹിക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് വളരെ തുറന്ന് സധൈര്യത്തോടു കൂടി തന്നെ ഞാൻ ഈ അഭിപ്രായങ്ങളെല്ലാം പറയുന്നത്.
ഓക്കെ. അതുകൊണ്ട് ഞാനായി തന്നെ നിന്നുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങളെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനിയും പാടി എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആകണമെങ്കിൽ എനിക്ക് ഈ പാർട്ടിയിൽ നിന്ന് പോകേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഞാൻ BJP-യിൽ യുവമോർച്ചയിൽ ഞാൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു, ഞാൻ യുവമോർച്ചയിൽ പ്രവർത്തിച്ചിരുന്നു കുറച്ചു കാലമെങ്കിലും. ഞാനതിൽ നിന്ന് പോകേണ്ട കാര്യം എന്തായിരുന്നു? എന്താ കാര്യം? ഞാൻ ജില്ലാ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ്. എനിക്ക് പോകേണ്ട കാര്യം ഇല്ലായിരുന്നു. പക്ഷെ പോകാൻ തോന്നിപ്പിച്ചൊരു ഘടകമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ കുറച്ച് കമന്റുകൾ വായിച്ചിട്ട് അതിന് മറുപടി ഇടാം. പിന്നെ അത് ഈ 2010 മുതൽ ഞാൻ ഫേസ്ബുക്ക് തുടങ്ങിയ കാലം മുതൽ എൻ്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരു 2016 തൊട്ട് ഇങ്ങോട്ടെടുത്താൽ ഒരുപാട് ഓൺലൈൻ മീഡിയകളിൽ എൻ്റെ റൈറ്റപ്സുകൾ വന്നിട്ടുണ്ട്. വലിയ രീതിയിൽ അഖിൽ കോട്ടാത്തല എന്ന പേരായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളത് കാണുന്നില്ല എന്നുള്ളത് മാത്രം. ശ്രീരാമക്ഷേത്രം ഉണ്ടാവുന്നതിൽ എതിർപ്പില്ല, പക്ഷെ അത് BJP രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുന്നു. പിന്നെ എന്താണ് BJP-യുടെ ആശയം? ഇത് പുതിയൊരു കാര്യമാണോ? നിങ്ങൾ എന്തൊരു വിവരക്കേടാണ് പറയുന്നത്? ഇവിടുത്തെ കുറച്ച് ആൾക്കാർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു BJP അധികാരത്തിലെത്തുന്നത് RSSന്റെ ആശയം നടപ്പിലാക്കാനാണ്. പിന്നെ ഇവരെന്തിനാണ് അധികാരത്തിൽ വന്നത്? ഇവരുടെ ആശയമല്ലാതെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയമാണ് ഇവർ നടപ്പിലാക്കേണ്ടത്. ഇത് എന്തൊരു വിവരക്കെട്ട ചോദ്യമാണ്. 100% ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുമെന്നത് BJP-യുടെ തന്നെ അജണ്ടയല്ലായിരുന്നോ? അവരെത്ര വർഷങ്ങളായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നാൽ രാമക്ഷേത്രം നിർമ്മിക്കും, ഞങ്ങൾ വന്നാൽ രാമക്ഷേത്രം നിർമ്മിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് അവരുടെ അജണ്ടയാണ്. അല്ലെന്ന് ആര് പറഞ്ഞു? ആ അജണ്ടയിൽ നിങ്ങൾ എന്തിനു പോയി വീഴണം? പൗരത്വ വിഷയം കൊണ്ടുവരുന്നത് BJP-യുടെ അജണ്ടയാണത്. ഇവിടെ നോട്ട് നിരോധനം BJP-യുടെ അജണ്ടയാണ്. ലോകത്തുള്ള കോർപ്പറേറ്റുകളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കണമെങ്കിൽ ഇന്ത്യ ഡിജിറ്റൽ ആവണം. ഇവിടെ ആമസോണിന് കടന്നു വരണമെങ്കിൽ, ഇവിടെ വാൾമാർട്ടിന് കടന്നു വരണമെങ്കിൽ, ഇവിടുത്തെ ലോക കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യയിലേക്ക് കടന്നു വരണമെങ്കിൽ ഇന്ത്യയിലെ ജനത ഡിജിറ്റലൈസ്ഡ് ആവണം. അല്ലാതെ നോട്ട് നിരോധിച്ചത് കള്ളപ്പണം വെളുപ്പിക്കാനാ? ഒരിക്കലുമല്ല. 1% പോലും ഞാനത് വിശ്വസിക്കുന്നില്ല. ഇന്നൊരു സാധാരണക്കാരൻ റോഡ് സൈഡിൽ നിന്ന് കരിക്ക് കച്ചവടം നടത്തുന്നവന്റെ കയ്യിലും UP ആപ്പ് ഉണ്ടെങ്കിൽ അവൻ അമേരിക്കയിലുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. അപ്പൊ ഇതെല്ലാം BJP-യുടെ അജണ്ട തന്നെയാണ്. പിന്നെ അവർ അധികാരത്തിലിരിക്കുന്ന അവരുടെ അജണ്ട നടപ്പിലാക്കാനല്ലേ? പിന്നെ കോൺഗ്രസിന്റെ അജണ്ട നടപ്പിലാക്കാനാണോ? അപ്പൊ ഇതിനെ എങ്ങനെ എതിർക്കും? അതാണ് എന്റെ ചോദ്യം. BJP രാമക്ഷേത്രം പണിഞ്ഞു, ഇന്ത്യയിലുള്ള ഹൈന്ദവ സമുദായത്തിന്റെ എന്തോ തകർക്കപ്പെട്ടു പോയ, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു രാമക്ഷേത്രത്തിലും പോയിട്ടുള്ള ഒരാളല്ല. ഞാൻ ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ പോയി കുട്ടിക്കാലത്ത് രാമരാമ ജപിക്കും. ഇന്നും ഒരു പക്ഷേ എനിക്ക് സന്ധ്യാനാമം ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്ത് ജപിച്ചതിന്റെ ഓർമ്മയുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു ശ്രീരാമക്ഷേത്രത്തിലും പോയിട്ടുള്ളതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ കൃഷ്ണനും ശിവനും അയ്യപ്പനും ഗണപതിയും ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ശ്രീരാമന് ദൈവം എന്ന നിലയിൽ നമ്മുടെ മലയാളി ഹൈന്ദവ സമൂഹത്തിലെ സ്ഥാനം എന്നതുപോലും എനിക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് ഇന്ന് കേരളത്തിലുള്ള ഒരു വലിയ വിഭാഗം ജനത ശ്രീരാമന് വേണ്ടി വാദിക്കേണ്ട സാഹചര്യം ഉണ്ടായി? നിങ്ങളുടെ എതിർപ്പാണ് കാരണം. അപ്പൊ ഇത് ആരുടെ അജണ്ടയാണ്? BJP പൊട്ടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇതുകൊണ്ട് BJPക്ക് അല്ലാണ്ട് ആർക്കാണ് നേട്ടം? ഈ ഉണ്ണാക്ക് മൂലയിൽ കിടക്കുന്ന ഇന്ത്യ 140 കോടി ജനതയുള്ള ഈ രാജ്യത്തിന്റെ 4 കോടി ജനതയിൽ ഒരു 10-50 ലക്ഷം വോട്ടുള്ള ഒരു CPM-മാര് വിചാരിച്ചാൽ BJP എന്തെങ്കിലും പുല്ല് ചെയ്യാൻ പറ്റൂ? BJP പറയുന്നത് അക്ഷരം പ്രതി അനുസരിച്ച് അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു B ടീം മാത്രമാണ്. ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യങ്ങളും പഞ്ചപുച്ഛമടക്കി നിന്ന് പിണറായി വിജയൻ ചെയ്തു കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ പണ്ട് ആവർത്തിച്ചും ചോദിച്ചിട്ടുണ്ട്, മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലാൻ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇത് തീരുമാനമെടുക്കുമോ? ഒരിക്കലുമില്ല. അപ്പൊ ഇതൊക്കെ ഇവിടെ എല്ലാ കാര്യങ്ങളും അലനും ദാഹ എന്ന് പറയുന്ന 2 ചെറുപ്പക്കാർ, 2 പിള്ളേർ, അവർ ലഘുലേഖ കൈവച്ചെന്ന് പറഞ്ഞ് പിടിച്ചകത്തിട്ടു. എന്തായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്? എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിലേക്ക് വരുന്നില്ല? സുപ്രീം കോടതിയിൽ നിഷ്പ്രയാസം ഒരു കേസ് എടുത്തുകൊണ്ട് പിണറായി വിജയനെ തൂക്കിയെടുത്ത് അകത്താൻ BJPക്കാർക്ക് പറ്റാഞ്ഞിട്ടാ? തമിഴ്നാട്ടിൽ എന്താ സംഭവിച്ചത്? ശശികല അവിടെ ADMK എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. DMK അവിടെ സ്ട്രോങ് ആയിട്ട് സ്റ്റാലിന്റെ നേതൃത്വത്തിലുണ്ടാവും. അപ്പൊ ഇപ്പുറത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം തകരണമെങ്കിൽ അവിടെ അതിനെ നയിക്കാൻ ശേഷിയുള്ള ഒരു
ലീഡറായിരുന്നു ശശികല. കാര്യം ജയലളിതയെ അവിടെ പോയിട്ട് എല്ലാവർക്കും കാണുക ഒന്നും അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അമ്മ കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞമ്മ ശശികലയായിരുന്നു. അതുകൊണ്ട് ശശികലയ്ക്ക് അതിനുള്ളൊരു കഴിവുണ്ടായിരുന്നു. ശശികലയെ കണ്ട പൂച്ചയെടുത്ത് അകത്തോട്ട് കളയുന്നത് അപ്പോഴേ ബുക്കെടുത്ത് BJPക്കാർ തന്നെയാണ് ആ വിധി കൊണ്ടുവന്നതിന് ഒരു സംശയവും വേണ്ട. പിന്നെ എന്താ പിണറായി വിജയനെ തൂക്കിയെടുത്ത് അകത്തിടാത്തത്? ഒന്നും വേണ്ട. സുപ്രീം കോടതിയിൽ ലാവ്ലിൻ കേസിന്റെ വിധിയിൽ ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ, വിചാരണ നേരിടണം. സുപ്രീം കോടതി ഈ ഒരു SK അഭിലാഷ്, ഞാൻ പുള്ളിയോട് പറയാനുള്ളത്, പുള്ളി ആവർത്തിച്ച് പറയുന്നത് നിർത്തിപ്പോടാന്ന്. എടാ നീ അങ്ങ് പോയാൽ പോരാടാ, നീ നിന്റെ പണി നോക്കി പോടാ. നീ എന്തിനാടാ ഇവിടെ വന്ന് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എന്റെ ലൈവിൽ നീ വന്നിരുന്നിട്ട് ഞാൻ നിർത്തിപ്പോകാൻ പറയേണ്ട കാര്യം? നിന്റെ തന്ത വീട്ടിൽ ഇരുന്ന് ചലിക്കുന്നുണ്ട്, നീ അയാളോട് നിർത്തിപ്പോകാൻ പറഞ്ഞാൽ മര്യാദയുണ്ട്. നീ വല്ലവന്റെയും വീട്ടിൽ വന്ന് കയറിയിട്ട് വല്ലവനോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് എന്ത് കാര്യം? ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ പരിപാടി. അവനെ നിസ്സംശയം നമുക്ക് എഴുതിത്തരാം. അവൻ വേറെ ഒരു പാർട്ടിക്കാരനും ഒരിക്കത്തില്ല, ഒരൊറ്റ പാർട്ടിക്കാരനും ഒരിക്കത്തില്ല. അന്തം കമ്മി എന്ന് അടിവരയിട്ട് പറയാൻ പറ്റുന്നതിനായിരിക്കും. ഇത് പറയാൻ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ലൈവിൽ വന്നത്. ഇപ്പോൾ ഓടെ ഇറക്കി നീ എന്റെ പാട് നോക്കിയിട്ട്. പിന്നെ അപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അപ്പം BJPയുടെ അജണ്ട തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഇതിനെ ഓവർകം ചെയ്യാൻ രാഹുൽ ഗാന്ധി അപ്പുറത്ത് കിടന്ന് കാണിക്കുന്ന കോമാളിത്തരം കൊണ്ടുവന്ന് പറ്റുമെന്ന് എനിക്ക് 1% പോലും തോന്നുന്നില്ല. കോൺഗ്രസ് ചരിത്രപരമായി കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് ഏതെങ്കിലും ഒരു കാലത്ത് ഈ രാജ്യത്ത് കോൺഗ്രസിന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്ന് അവരൊന്ന് പറയും, രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കാതിരുന്നതാണ്, ഇവിടെ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് നമുക്കിന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. BJPയും സംസ്ഥാന പ്രാദേശിക പാർട്ടികളും മാത്രമായിട്ട് ഈ രാജ്യം ചുരുങ്ങും. അതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. വളരെ ദയനീയമാണ്, വളരെ വിഷമം നിറഞ്ഞതാണ്. ഞാനൊരു പക്ഷേ ഭയങ്കര വൈകാരികമായിട്ട് പ്രതികരിക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന വിഷമത്തിന്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഞാൻ ഈ രാജ്യത്ത് ഒരു പ്രതിപക്ഷമില്ലാതെ നാളെ ഞാൻ ചോദിക്കട്ടെ, നാളെ ഇപ്പം BJP അപ്രമാദത്തോടെ ഭരിച്ചിട്ട് അവരുടെ ഇഷ്ടങ്ങളെല്ലാം നടപ്പിലാക്കിയാൽ ഞാൻ അതിനെതിരെ പ്രതികരിച്ചാൽ, എന്നെ പിടിച്ചകത്തിട്ടാൽ എനിക്ക് വേണ്ടി ആര് സംസാരിക്കും? നമുക്കൊരു ജനാധിപത്യ ഒരു സംവിധാനത്തിൽ തെറ്റ് കണ്ടാൽ നമുക്ക് പ്രതികരിക്കണ്ടേ? ഇപ്പൊ ഇവിടെ പിണറായി വിജയനെതിരെ പ്രതികരിക്കാൻ ആ പാർട്ടിയിലുള്ള നേതാക്കന്മാർക്ക് പോലും കഴിയുന്നില്ല. കാര്യം 5 പൈസ ഒരുത്തന്റെ കയ്യിലുമില്ല. പണം മുഴുവൻ വരുന്നത് ഇവരുടെ സംവിധാനത്തിലാണ്. പഞ്ചപുച്ഛമടക്കി മിണ്ടാതിരിക്കാനേ പല മൂല്യബോധമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും കഴിയുന്നുള്ളൂ. അങ്ങനെ നമുക്ക് നമ്മളങ്ങനെ നിശബ്ദത പാലിച്ച് ഈ രാജ്യത്ത് കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകത്തില്ല ഇവിടെ ഒരു ശക്തമായ പ്രതിപക്ഷം ഇല്ലെങ്കിൽ. അപ്പൊ ഈ രാജ്യത്ത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ശക്തമായ ഒരു പ്രതിപക്ഷമായി ഉയർന്ന് തലയുയർത്തി നിൽക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ദേശീയ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, എല്ലാ മതത്തിന്റെയും മൂല്യങ്ങളെ ഒരേപോലെ ഇരുന്നെന്ന് പറയേണ്ട ഒരു ഇരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. ഒരു കാലത്ത് പശുവും കിടാവും ചിഹ്നത്തിൽ ഇന്ദിരാഗാന്ധി ജയിച്ചു വന്നിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. പണ്ട് രാമക്ഷേത്രം തുറന്നു കൊടുക്കാൻ പറഞ്ഞ രാജീവ് ഗാന്ധിയും. അപ്പൊ ഇതൊക്കെ തന്നെ ശരിയോ തെറ്റോ എന്നുള്ളതിനപ്പുറത്തേക്ക് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന് തിരിച്ചറിയാൻ വയ്യാതെ KC വേണുഗോപാൽ പറയുന്ന വിവരക്കേടുകളൊക്കെ കേട്ട് പ്രവർത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. വയനാട്ടിൽ വന്ന് മത്സരിച്ച് എങ്ങനെയെങ്കിലും ജയിക്കണം. കേരളത്തിൽ ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയാം, കേരളത്തിലെ പല ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെടും. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിച്ച് എന്തിനാണ് ഞങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കുന്നത് എന്ന് കരുതിയിരുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടായിരുന്നു കഴിഞ്ഞ തവണ 19 സീറ്റ് ലഭിച്ചത്. അതേ ആൾക്കാർ തിരിഞ്ഞു കുത്തിയത് കൊണ്ടാണ് നിയമസഭയിൽ ഇവർ പരാജയപ്പെട്ടത്. ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പലരും വിചാരിക്കും ഒരു കാലത്തും കോൺഗ്രസ് രാജ്യത്ത് അധികാരത്തിൽ വരത്തില്ല. അത് ഏതാണ്ട് അടിവരയിട്ട് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പലരുടെയും മനസ്സിലേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ പല ലോക്സഭാ മണ്ഡലങ്ങളിലും കാലങ്ങളായിട്ട് MP-മാരായിട്ടിരിക്കുന്ന പലരും തോൽക്കാൻ അവർ ആഗ്രഹിക്കും. പുതിയ മുഖങ്ങൾ വരട്ടെ എന്ന് അവർ ചിന്തിക്കും. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ നമ്മൾ എടുത്താൽ പലപ്പോഴും വിരോധം ഭരണസിരാകേന്ദ്രത്തിനോടും പിണറായി വിജയന്റെ ചെയ്തികളോടും അതിനെ ന്യായീകരിക്കുന്നവരോടുമാണ് വിരോധം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് കൂടുതലും. അല്ലാതെ മണ്ഡലാടിസ്ഥാനത്തിലോ നിയമസഭാ അടിസ്ഥാനത്തിലോ ഒന്നും അവിടുത്തെ വ്യക്തികളോട് വിരോധം ഉണ്ടാവില്ല. പലപ്പോഴും കയ്യിലിരിപ്പൊന്നും അത്ര ഈ പ്രസംഗിക്കുമ്പം പലതും വിവരക്കേടുകൾ വിളിച്ച് പറയുമെങ്കിലും അവരുടെ ആൾക്കാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, അതായത് കേസ്, അടി, വഴക്ക്, വെട്ട്, കുത്ത്, എന്ത് മര്യാദകൾ കാണിച്ചാലും ഇങ്ങനെ കോപ്പം നിൽക്കും, അപ്പോൾ നേതാവാകും. അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നിന്നും പലതും ചെയ്തു കൊടുക്കുന്നതിലുമൊക്കെ മിടുക്കുണ്ടായതുകൊണ്ട് ഇച്ചിരി ചില്ലറ മേടിച്ചാലും ഇവര് ഈ പറയുന്ന എന്താ പറഞ്ഞ
മണ്ഡലങ്ങളിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ടാവും. പിന്നെ ഞാൻ ആരെങ്കിലും പിന്നെ സുരേഷ് ഗോപിയുടെ തൃശ്ശൂര് കാര്യം പറഞ്ഞാൽ, നേരായ രീതിയിൽ സുരേഷ് ഗോപി ജയിക്കണമെന്ന് കേരളത്തിലെ പല BJP നേതാക്കന്മാരും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് മാനസികമായിട്ട് സുരേഷ് ഗോപി അംഗീകരിക്കാൻ കഴിയുന്നില്ല. കേന്ദ്രത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു ബന്ധവും മറ്റു കാര്യങ്ങളുമൊക്കെ പലരെ അസ്വസ്ഥതപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി സുരേഷ് ഗോപി ജയിക്കണമെന്ന് ഇവരിൽ പലരും ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കും എന്ന് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ മിടുക്കുണ്ട്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മിടുക്കുണ്ട്. ഇവിടെ TN പ്രതാപൻ എന്ന് പറയുന്ന നിലവിലത്തെ ഇവിടെ ലോക്സഭാ അംഗം കാണിച്ചുകൊണ്ടിരിക്കുന്ന വിവരക്കേടുകൾ കൊണ്ട് അദ്ദേഹം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും. VS സുനിൽകുമാറാണ് തൃശ്ശൂർ മത്സരിക്കുന്നതെങ്കിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുവാനും സുരേഷ് ഗോപി ജയിച്ചു വരാനുമുള്ള സാധ്യത തൃശ്ശൂരിൽ വളരെ കൂടുതലാണ് എന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിനെ ആവശ്യത്തിനൊക്കെ നിങ്ങൾ ആക്രമിച്ചോ. സുരേഷ് ഗോപി ഒരുപാട് വിവരക്കേടുകൾ പല പ്രസംഗങ്ങളും പറയുന്നതിനൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. ഞാൻ ഒരിക്കൽ മേജർ രവി സാറിനോട് തമാശ രൂപേണ പറയുകയും ചെയ്തു, സുരേഷ് എന്നെ കാണുമ്പോൾ പറയണം സംസാരം ഒന്ന് നിയന്ത്രിച്ചാൽ അദ്ദേഹത്തിന് സിമ്പിളായിട്ട് ജയിക്കാം. അദ്ദേഹം എത്രത്തോളം സംസാരിക്കുന്നു അത്രത്തോളം തോൽക്കാനുള്ള സാധ്യത ഉണ്ടാവും. പക്ഷേ അദ്ദേഹം ശബ്ദം കുറച്ചു, പകരം അപ്പുറത്ത് ശബ്ദങ്ങൾ കൂടി, സ്വാഭാവികമായും ജയിക്കാനുള്ള സാധ്യത കൂടും. ഇന്ന് കൂടുതൽ ആൾക്കാരെയും BJPയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. എന്താ കാര്യം? അത് തന്നെയാണ് BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ളൊരു ധാരണ. അത് തന്നെയാണ് BJPയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ധാരണ. കാരണം BJPയുടെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ കോൺഗ്രസ് മുക്ത ഭാരതം. രാജ്യത്ത് ഒരിക്കലും CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരിക്കലും വളരാൻ കഴിയുന്നില്ല. അവർ കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി മാത്രമാണെന്ന് ഏത് നിമിഷവും അവരെ എടുത്തു കളയാമെന്ന് BJPക്ക് അറിയാം. പക്ഷെ അങ്ങനെ ഒരിക്കലും എടുത്തു കളയാൻ പറ്റുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കോൺഗ്രസ്. കാര്യം രാജ്യത്തെ ഓരോ മനുഷ്യന്റെ മനസ്സിലും കോൺഗ്രസ് എന്ന വികാരം ഉണ്ട്, എവിടെയൊക്കെ കൊണ്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിനെ പരിപൂർണമായും ഇല്ലാതാക്കണം. അതിന് അവർ BJP CPM തമ്മിൽ രഹസ്യധാരണകൾ പലയിടത്തും വയ്ക്കും. ഇപ്പം സപ്പോസ് ഒരു മണ്ഡലത്തിൽ പിന്നെ അതുകൊണ്ട് തന്നെ പല ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്നും ഹൈന്ദവ സമുദായത്തിനെതിരെ ഭയങ്കരമായ കടന്നാക്രമണം നടക്കുന്നുണ്ട്. അപ്പൊ ഈ കടന്നാക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചിന്തിക്കുന്നത്? ഇപ്പൊ ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു വിശ്വാസിയായിട്ടുള്ള ഒരു ഹിന്ദു, അവൻ വിചാരിക്കും എടാ ഇതെന്ത് പുല്ലാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇവന്മാര്. അപ്പൊ അവന്റെ പാർട്ടി അവന്റെ ആശയങ്ങൾക്കും അവന്റെ ഇഷ്ടങ്ങൾക്കും അവന്റെ ആരാധനയ്ക്കും ഒപ്പം ഒന്നും നിൽക്കുന്നില്ല. അവന്റെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരും നോക്കുമ്പോഴത്തേക്ക് BJPയാണ്. അവന്റെ മനസ്സ് പതിയെ BJPയിലേക്ക് ചായും. അപ്പൊ അതിനാക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിന്റെ അർത്ഥം BJPയെ പരമാവധി വളർത്തുക, അതുവഴി കോൺഗ്രസിനെ പരമാവധി നശിപ്പിക്കുക, അധികാരത്തിൽ നിൽക്കാൻ കഴിയുന്ന കാലത്തോളം തുടരുക. 2030 വിഴിഞ്ഞം ഏറെക്കുറെ പൂർണ്ണമായും യാഥാർത്ഥ്യമാകുന്ന സമയത്ത് ഏറെക്കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടി BJP അവസാനിപ്പിക്കും. അതോടുകൂടി അവന് അധികാരത്തിലേക്ക് വരുന്ന കാര്യം നോക്കും. ഇതൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ പാർട്ടി നിലനിൽക്കും. ഇപ്പം വളരെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്നാണ് നിങ്ങൾ സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന നിയമസഭയിൽ ഈ പാർട്ടിയെ നിങ്ങൾ തോൽപ്പിക്കുക. കാര്യം പ്രതിപക്ഷത്തിരുന്നാൽ ഈ പാർട്ടി വീണ്ടും ശക്തിപ്പെടും. എപ്പോഴും പ്രതിപക്ഷ സ്വരമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത് കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ശക്തിപ്പെടും. അതാണ് ഒരു ബേസിക് കമ്മ്യൂണിസ്റ്റിന്റെ രീതി. അവനെപ്പോഴും മനോഹരമായി പ്രതികരിക്കാൻ അറിയാം, ഭരിക്കാൻ അറിയത്തില്ല. ഒരിക്കലും ഭരിക്കരുത്. എല്ലാ കാലവും കേരളം കോൺഗ്രസ് ഭരിക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിപക്ഷത്തിരിക്കുകയും ചെയ്താൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് കോൺഗ്രസ് ഒരുപക്ഷെ മാറും. കാര്യം കോൺഗ്രസ്സുകാരെ കൊണ്ട് അഴിമതി കാണിക്കാൻ അവർ സമ്മതിക്കത്തുമില്ല. എന്തെങ്കിലും ഉടായ്പ കൊണ്ട് കോൺഗ്രസിന്റെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് ആണ്ട് നിമിഷം പൊക്കും. ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കും. ഇപ്പൊ ഇവിടെ എനിക്കിപ്പോഴും KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആരെന്ന് എനിക്കറിയാൻ വയ്യ. അതായത് ഒരു സംസ്ഥാനത്ത് 7 വർഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പലവിധ വിഷയങ്ങളിൽ ആഞ്ഞടിക്കേണ്ട ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവിനെ കുറിച്ചിട്ട് അത്യാവശ്യം രാഷ്ട്രീയ ബോധവും കാര്യങ്ങളും ഒക്കെ ഉള്ള എനിക്ക് പോലും അറിയില്ല. പക്ഷെ അതേസമയം എനിക്ക് ആർഷോയെ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് അറിയാം. അയാളുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കാര്യം? അയാള് ഗവർണർ എന്ന് പറയുന്ന ഒരു കക്ഷി സെനറ്റിലോ സിൻഡിക്കേറ്റിലോ 2 പേരെ വെച്ചാൽ ഇതൊന്നും ഈ രാജ്യത്ത് അത്ര ഭീകരമായ കുറ്റമൊന്നുമല്ല. കാരണം ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ ചെയ്തേക്കുന്ന മര്യാദകൾ വെച്ച് നോക്കുമ്പോൾ അതൊന്നും വലിയ കുറ്റമേ അല്ല. പക്ഷേ ഒരു അത്ര വലുതൊന്നും അല്ലാത്തൊരു പ്രശ്നത്തെ എത്ര മനോഹരമായിട്ട് ആളിക്കത്തിച്ചു. ഗവർണറെ പോലെ ഭരണഘടനാ പദവിയുള്ള ഒരാളെ
വഴിയിൽ ഇത്ര പ്രാവശ്യം തടയാൻ ശ്രമിച്ചു. തടയാതിരിക്കും, അതൊന്നും പറ്റത്തില്ല. അതൊക്കെ നമുക്ക് പ്രസംഗിപ്പം ഞാൻ അവരെ കുറ്റമൊന്നും പറയത്തില്ല. ഗവർണർ കാല് കുത്തരുതെന്ന് പറഞ്ഞാൽ ഗവർണറെ പിടിച്ചു കെട്ടാൻ പറ്റൂ. ഇപ്പം ഞാൻ മുഖ്യമന്ത്രിയെ ഞാൻ പോയി തടയുമെന്ന് പറഞ്ഞാൽ പേഴ്സണലി പോയിട്ട് തടയാൻ പറ്റൂ, മുഖ്യമന്ത്രിയെ തല്ലാൻ പറ്റൂ. ഇതൊക്കെ ചുമ്മാ പറയാനേ പറ്റൂ. അതുകൊണ്ട് അതൊന്നും അതിനൊന്നും ഞാൻ പരിഹസിക്കാമെന്ന് ഞാൻ തയ്യാറല്ല. പക്ഷേ ആഷോ എന്ന ചെറുപ്പക്കാരൻ SFIയിലെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയതിന്റെ 10-1 ഇവിടുത്തെ കേസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇതാണ് പ്രശ്നം. അപ്പൊ സ്വാഭാവികമായിട്ടും വിശ്വാസം ഉണ്ടാവണം. ജനങ്ങൾക്കിടയിൽ വിശ്വാസമുള്ള നേതാക്കന്മാർ സൃഷ്ടിക്കപ്പെടണം. ആർജവത്തോടുകൂടി തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ ആത്മബോധം വേണം, ധൈര്യം വേണം. മരിക്കാനുള്ള ഭയം ലെവലേശം ഉണ്ടാവാനും പാടില്ല. ജീവനോടുള്ളിടത്തോളം കാലം ഒരു പൊതുപ്രവർത്തകൻ ഇന്ന് മരിക്കും നാളെ മരിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ആത്മധൈര്യത്തോടു കൂടി പോരാടുക. അപ്പോൾ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ വരത്തില്ല. ഒന്ന് നേടണമെന്നുള്ള ചിന്തയുണ്ടാവരുത്. ഇതൊന്നുമല്ല പ്രശ്നം. എല്ലാം നേടണം, ശരീരം നോവരുത്, ഒന്നും നഷ്ടം ഉണ്ടാകരുത്. അപ്പം പ്രശ്നങ്ങളുണ്ടാവും. ഒന്നും പ്രവർത്തിക്കാൻ തോന്നത്തില്ല, വാ മൂടി കെട്ടേണ്ടി വരും. ഇനി ആർക്കെങ്കിലും എന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാക്കാം. ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല. വെറുതെ ഇപ്പം ഒരു ആം ആദ്മിക്കാരൻ അവൻ മറ്റേ ഹനുമാൻ സേവ നടത്താറുണ്ട്, അവൻ രാമക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അവൻ മുസ്ലിം പള്ളിയിൽ പോകാറുണ്ട്, അവൻ മറ്റേ രാഷ്ട്രീയ ബോധത്തോടുകൂടി ദേശബോധത്തോടുകൂടി സംസാരിക്കാറുണ്ട്, അഴിമതി രഹിതമായ ഭരണം നടത്താൻ ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ മനുഷ്യരിവിടെ ഇല്ലേ? ഇവിടെ ഈ കോൺഗ്രസ്, BJP അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതൊന്നും അല്ലാതെ ഒരു മതവിഭാഗം അല്ല, ഒരു രാഷ്ട്രീയമുള്ളവരില്ലേ? സ്വന്തമായ രാഷ്ട്രീയം ആശയങ്ങളുള്ളവരില്ലേ? ലാവ്ലിൻ കേസിന്റെ ഹൈക്കോടതി വിധിയൊക്കെ നീ ആവുന്നു പറ്റും. ലാവ്ലിൻ കേസിന്റെ ഹൈക്കോടതി വിധി എന്താ പറയടാ? പറ. പിന്നെ ഞാൻ അടിവരയിട്ട് പറയാം. ഏതവനും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും എന്നോട് ആശയപരമായി സംവദിച്ച് പരാജയപ്പെടുത്താൻ ആംബിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം. വിവരക്കേടുകൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ, എനിക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ലാവ്ലിൻ കേസിന്റെ ഹൈക്കോടതി വിധി എന്താ നീ പറ. പിണറായി വിജയൻ എവിടെയാണ് വിചാരണ നേരിട്ടത്? ഇരട്ട ചങ്കും പടിവാളിനും കത്തിയും തോക്കിന്റെയൊക്കെ ഇടയിലൂടെ നടന്നിട്ട് എന്താ വിചാരണ നേടാഞ്ഞത്? വിചാരണ ആരും നേരിട്ടെ. കോടതിയിൽ നിന്ന് ഒരാൾ കുറ്റവിമുക്തനാവണമെങ്കിൽ കുറഞ്ഞത് വിചാരണ നേരിടണം. ഉമ്മൻചാണ്ടി സാർ 14 മണിക്കൂറാണ് പോയിട്ട് സോളാർ കമ്മീഷൻ മുമ്പിലിരുന്നത്. 14 മണിക്കൂർ കഴിഞ്ഞ് അവരവസാനം പറഞ്ഞു അവർക്ക് എണീച്ച് പോകണമെന്ന് പറഞ്ഞു. പുള്ളി അപ്പോഴും ചോദിച്ചു ഞാൻ ഇനി ഇവിടുന്നോട്ടെന്ന് ചോദിച്ചു. ഇത് പേടിച്ച് തൂറിയിരിക്കുകയാണ്. കോടതി വിളിച്ച അന്നേരം ഭയപ്പെടും, കോടതി കയറത്തില്ല. പാർട്ടി വളർത്താൻ വേണ്ടിയിട്ട് കാശുണ്ടാക്കാനും കള്ളത്തരം കാണിക്കാനും പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അത് CPM-ലുള്ള എല്ലാവർക്കും അറിയാം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഏറ്റവും കൂടുതൽ പൈസയുള്ള പാർട്ടി, ഏറ്റവും വലിയ കോർപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടി. അല്ലെന്നുണ്ടെങ്കിൽ തെളിയിക്കാൻ പറ. ഇത് പിന്നെ വേറെ കാര്യമുണ്ട്. ഉമ്മാരെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് മുമ്പിൽ പ്രസംഗിച്ച കണക്ക് സ്വർണ്ണമാണെന്ന് പറയുന്നവരാ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഇതേ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് വരുന്ന വഴിയിൽ കാണാം. ഓക്കെ. എന്നിട്ട് പിന്നെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടോ? എനിക്ക് കോൺഗ്രസിന്റെ സീറ്റ് വേണ്ടേ. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വതന്ത്രമായിട്ട് മത്സരിച്ചോളാം കേട്ടോ. കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റ് എനിക്ക് വേണമെന്ന് നിർബന്ധമൊന്നും എനിക്കില്ല. ഞാൻ പണ്ടും ഒരു തവണ സ്വന്തമായിട്ട് മത്സരിച്ചു, ജയിക്കും തോക്കും എന്നുള്ളതൊന്നുമല്ല. എനിക്ക് പറയാനുള്ളത് പറയാൻ ഞാൻ മാത്രം മതി.
ഒരു നിവ്യ മോഹൻ, പലപ്പോഴും ഞാൻ ഇവരുടെ കമന്റുകൾ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചൊറിച്ചിൽ ഇങ്ങനെ മാക്സിമം മൂത്ത് ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അഖിൽമാരാരെ ബിഗ് ബോസ് സീസൺ 5 വിജയിച്ചത് എൻ്റെ ഒപ്പം മോശം കണ്ടസ്റ്റന്റ് ഉണ്ടായതുകൊണ്ടാണ്. ബിഗ് ബോസ് സീസണിലെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റുകളെ എപ്പോൾ എൻ്റെ ഒപ്പം കൊണ്ട് നിർത്തി മത്സരിപ്പിച്ചാലും ഞാനേ വിജയിക്കത്തുള്ളൂ എന്നുള്ള കാര്യം ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം. ഞാൻ പറയേണ്ട കാര്യമില്ലത്. അതിൻ്റെ അഹങ്കാരമൊന്നുമല്ല. ബിഗ് ബോസ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ താരതമ്യം ചെയ്യും. എന്നെ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ബിഗ് ബോസിൽ ഏറ്റവും മികച്ച മത്സരാർത്ഥികളെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരുമായി ഒരു താരതമ്യം നടത്തും, എന്നിട്ട് സംസാരിക്കൂ. അല്ലാതെ ഫെമിനിസം തലയ്ക്ക് പിടിച്ച് ചൊറിച്ചിലിന്റെ അങ്ങേയറ്റം കൊണ്ട് നടക്കുന്നെങ്കിൽ ഈസ്റ്റ് ഗാർഡിൽ ഒതുങ്ങില്ല. ഓക്കെ, ഒരിക്കലും മൂക്കല രാജ്യത്ത് മുറുമുക്കൻ രാജാവായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ധാരാളം മൂക്കുള്ള ആളുള്ള രാജ്യത്ത് ഏറ്റവും വലിയ മൂക്കുള്ള ആളായിട്ടിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനത് ബിഗ് ബോസിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. 27 സെക്കൻഡിൽ ഞാൻ പോയി മുങ്ങിയെടുത്ത് വിജയിച്ച ഒരു ടാസ്ക് ഉണ്ട്. അത് സെക്കൻഡ് വൈസ് നിങ്ങൾ ചിന്തിക്കും. 27ാമത്തെ സെക്കൻഡിലാണ് സച്ചിൻ ടെണ്ടുൽക്കറാണ് ഈ ക്രിക്കറ്റിൽ ആദ്യത്തെ ഡബിൾ സെഞ്ചുറി അടിച്ചത്. ആദ്യത്തെ ഡബിൾ സെഞ്ചുറി, ആദ്യത്തെ എന്നത് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കാണ്. പിന്നീട് ഒരുപാട് ആൾക്കാർ അടിച്ചിട്ടുണ്ട്. എന്നെ നിങ്ങൾ മനസ്സിലായിട്ടില്ല, അതെന്താ കുഴപ്പം? ബിഗ് ബോസിൽ എൻ്റെ ഒപ്പമുള്ള എല്ലാ മത്സരാർത്ഥികളും നല്ല മത്സരത്തിൽ തന്നെയായിരുന്നു. അവർക്ക് പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില കാര്യങ്ങൾ കൊണ്ട് ചില വിഷയങ്ങളിൽ കാരണം എനിക്കുണ്ടായിട്ടുള്ള പ്രായോഗിക അനുഭവങ്ങളും ഞാൻ കടന്നു വന്ന വഴികളും ഒന്നും അവർക്കുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും ചില കാര്യങ്ങളിൽ എൻ്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാവരും മികച്ച മത്സരാർത്ഥികളായിരുന്നു. അവരെ സെലക്ട് ചെയ്തവരും മോശക്കാരായിരുന്നില്ല. അതുകൊണ്ട് നിവ്യ മോഹൻ എന്നോട് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം മെസ്സേജ് അയച്ചോളൂ. ഞാൻ നമ്പർ തരാം. 10 മിനിറ്റ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നിങ്ങൾ എന്നെ തോപ്പിച്ചാൽ മതി. ആദ്യം നമുക്കൊരു നിലപാട് വേണം. ഇന്ന പാർട്ടിയിലാണെന്ന് നട്ടല് വിളയ്ക്കാതെ പറയാൻ കഴിയണം. നട്ടല് വിളയ്ക്കാതെ അഭിമാനബോധത്തോടുകൂടി പറയുന്നു, ഞാൻ ഒരു പാർട്ടിയിലുമില്ല. അങ്ങനെ പറയാൻ പറ്റത്തില്ല ഈ രാജ്യത്ത്. അങ്ങനെ പറഞ്ഞ എന്താ പ്രശ്നമുണ്ടോ? ഇപ്പം സമയം 11:01 ഞാൻ ലൈവിലിരിക്കുന്ന സമയം. ഇത് ഒരു അജ്മൽ കസബ് ഇപ്പോൾ പറയാണ് 11:01. ഞാൻ തള്ളി പറയണോ? അയാൾ തീവ്രവാദിയാണെന്നുണ്ടെങ്കിലും പറയുന്നത് സത്യമല്ലേ? അതൊരു BJP കാരനും പറയാണ് 11:01. അപ്പൊ അജ്മൽ കസബിനും BJP കാരനും ഒരേ നിലപാടെന്നാണോ? പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ, പറയുന്ന വിഷയങ്ങൾ സത്യമാണെന്നുണ്ടെങ്കിൽ ആര് പറഞ്ഞാലും ശരിയാണ്. അവർക്കൊപ്പം നിൽക്കും. കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാലും അവനൊപ്പം നിൽക്കും. കോൺഗ്രസ്സുകാരൻ പറഞ്ഞാൽ അവൻ്റെ ഒപ്പം നിൽക്കും. BJP കാരൻ പറഞ്ഞാൽ അവൻ്റെ ഒപ്പം നിൽക്കും. പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അവനെടുത്ത് അത് തെറ്റാണ്. എനിക്കൊരു പാർട്ടിയില്ല, പക്ഷെ അത് തെറ്റാണ്, തെറ്റ് അത്ര വിഷയമില്ലേ? അതിനെന്തിനാ നമുക്ക് നട്ടല് വെച്ച് ഇതാണ് പറയുന്നത്. പറയാനുള്ള എല്ലാവരെയും മുഖത്ത് നോക്കി പറയുന്നതാണ് എൻ്റെ സ്വത്വബോധം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നിർത്തുകയാണ്. ഇപ്പോഴും ഇനി പലരും എന്നോട് ചോദിക്കുന്നു, ചേട്ടാ എന്താണ് ഭാവി പ്ലാൻ, സിനിമ കാര്യങ്ങൾ. ഇപ്പം ഞാൻ സിനിമ ചെയ്തിട്ട് മലയാള സിനിമ രക്ഷപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് ഇനി അത് കണ്ടേ മരിക്കത്തുള്ളൂ എന്നുള്ള വാശി കേരളത്തിൽ ആർക്കുമില്ല. അതുകൊണ്ട്
എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ്. അത് ഇതുപോലുള്ള സംസാരങ്ങളാകാം, സിനിമയാകാം, സംവിധാനമാകാം, അഭിനയമാകാം. എനിക്കിഷ്ടമുള്ള എല്ലാം ചെയ്യുക, മുന്നോട്ട് പോകും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ ഇത്രയും സമയമെടുത്ത് ഇവിടെ ലൈവ് ഇട്ടത് പോലും ഈ രാമക്ഷേത്രത്തിൻ്റെ പുനഃസൃഷ്ടിയോടുകൂടി, പ്രാണപ്രതിഷ്ഠയോടുകൂടി വലിയ രീതിയിൽ ഒരു വർഗീയ വികാരം ആളിക്കത്തിക്കാൻ നാനാഭാഗത്തുനിന്നും വലിയ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ഒരു ഹൈന്ദവനും ഒരു മുസൽമാനും, നന്മയുള്ള വർഗീയവാദികൾ എന്തും കാണിച്ചോട്ടെ, ഒരാളും ഈ അജണ്ടകളിൽ പോയി വീഴരുത്. ശരികളെ ശരികളായും തെറ്റുകളെ തെറ്റുകളായും പറഞ്ഞുകൊണ്ട്, മനുഷ്യനെ മനുഷ്യനായി കണ്ടുകൊണ്ട്, ഒരുപാട് സ്നേഹിച്ചും സന്തോഷത്തോടും കൂടിയും നിങ്ങൾ ജീവിക്കുക. പലർക്കും അജണ്ടയുണ്ടെന്ന് മനസ്സിലാക്കുക. ചാനലുകൾ നിലനിൽപ്പിന് വേണ്ടി ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഈ നാടിനെ പല രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുക. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇനി എനിക്ക് വേണമെങ്കിൽ നിശബ്ദത പാലിച്ച് ഇവിടെ മിണ്ടാതിരിക്കാം. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, നിശബ്ദത പാലിക്കും തോറും ലാഭമേ ഉള്ളൂ. നിശബ്ദനായി ഇരിക്കുന്നതാണ് എളുപ്പം. നിശബ്ദത പാലിച്ചിരിക്കാം എനിക്ക്. പക്ഷെ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, പല പ്ലാറ്റ്ഫോമുകളിലും പല മനുഷ്യരും തമ്മിൽ, വളരെ സ്നേഹത്തോടെ കഴിഞ്ഞ ആൾക്കാർ തമ്മിൽ അനാവശ്യമായിട്ടുള്ളൊരു വിഷയത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കി, അതൊരു വലിയ ഒന്നാളി കത്തിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടായാൽ മതി, ഒരു തീപ്പൊരി വീണാൽ മതി ഇവിടെ. ഇതിന്റെ പേരിൽ അതാളി കത്തിക്കാൻ നോക്കിയിരിക്കുന്ന വലിയൊരു വിഭാഗം നമുക്കിടയിലുണ്ടെന്ന് ആലോചിക്കുക. അടിസ്ഥാനപരമായി ഇതെല്ലാം തന്നെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചുവെന്നും മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചെന്നും ദൈവങ്ങൾ മനുഷ്യരും മതങ്ങളും എല്ലാം കൂടി ഇവിടെ മണ്ണ് പങ്കുവെച്ചു എന്ന് വയലാറിന്റെ വരികൾ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും വിശ്വാസമുണ്ട്, എല്ലാവരും വിശ്വാസികളായിരിക്കണം. അത് ആത്മീയമാകാം, ശാസ്ത്രീയമാകാം. ആത്മീയ ബോധത്തെ ശാസ്ത്രീയമായി വിശ്വസിച്ചുകൊണ്ട് യുക്തിഭദ്രമായി ജീവിക്കുന്നവന് മനസ്സിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. ഈശ്വര വിശ്വാസം അതിരുകടന്നാൽ പ്രശ്നമാണ്, യുക്തിബോധം അതിരുകടന്നാൽ പ്രശ്നമാണ്. അപ്പോൾ എല്ലാത്തിനെയും കൃത്യമായ അളവിൽ നമ്മളുടെ മനസ്സിന് ഉണ്ടാവുന്ന ദുഃഖങ്ങളെയും നഷ്ടങ്ങളെയും ഒക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നല്ല സുഹൃത്തിനെ പോലെ നമുക്ക് ഈശ്വരീയ കാഴ്ചപ്പാടുകളെ കാണാം, ക്ഷേത്ര സങ്കല്പങ്ങളെ കാണാം. അതിനപ്പുറത്തേക്ക് ഇതാളി കത്തിച്ച് ഇതൊരു ദൈവത്തിനും വേണ്ടി മനുഷ്യൻ വെട്ടിമരിക്കരുത് എന്ന് മാത്രമാണ് എനിക്കെല്ലാം ഇപ്പോഴും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും കാണാത്ത ദൈവത്തിന് വേണ്ടി എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കെതിരെ തെറി വിളിക്കുന്നതോളം അപഹാസ്യം മറ്റെന്തെങ്കിലും ഉണ്ടോ? നിങ്ങളൊരു കുഴിയിൽ വീണ് കിടന്നാൽ നിങ്ങൾ രാമാന്ന് വിളിച്ചാലും കൃഷ്ണ എന്ന് വിളിച്ചാലും അയ്യപ്പ എന്ന് വിളിച്ചാലും ഇവരാരും ഓടി വരില്ല. അല്ലാഹു എന്ന് വിളിച്ചാലും ക്രിസ്തു എന്ന് വിളിച്ചാലും ഇവരാരും ഓടി വരില്ല. അയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ ഓടി വരുന്നത് ചിലപ്പോൾ ഒരു നജീബോ മുജീബോ റഹ്മാനോ ആയിരിക്കും. അപ്പോൾ അവനെ തള്ളിപ്പറയരുത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ. പലപ്പോഴും ആ ഒരു വേദനയിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുമ്പോൾ പ്രതികരണങ്ങൾ വൈകാരികമായി പോകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടെ കഴിയുക. ഇവിടുത്തെ കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. സന്തോഷകരമായ ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ.